2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ കലാശപ്പോര് നടക്കുന്ന അഹമ്മദാബാദിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു നമ്മളോടൊപ്പം. അനിൽ, വളരെ വലിയ ആകാംക്ഷയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയാണ് രാജ്യം ഇന്നത്തെ ഫൈനൽ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് അതൊരു ഇരട്ടി മധുരം നമ്മൾ പ്രതീക്ഷിക്കുന്നു. സഞ്ജു സാംസന്റെ ഒരു മിന്നും പ്രകടനത്തിലാകട്ടെ ഇന്ന് ഇന്ത്യയുടെ വിജയക്കുതിപ്പ് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്താണ് അഹമ്മദാബാദിലെ ഒരു വികാരം? എങ്ങനെയാണ് ആരാധകർ ഈ മത്സരത്തെ എത്രത്തോളം പ്രതീക്ഷയോടുകൂടി അവർ ഈ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു? എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ ആയിക്കഴിഞ്ഞല്ലോ. എന്താണ് അഹമ്മദാബാദിൽ നിന്നുള്ള വിശേഷങ്ങൾ, അനിൽ? ഗുഡ് മോർണിംഗ് ഗോപീഷ്ണ. ഈ പറഞ്ഞതുപോലെ തന്നെ വലിയ ആവേശം അഹമ്മദാബാദിൽ ഒന്നാകെ. കാരണം മത്സരം തുടങ്ങാൻ ഇനിയും ഏറെ മണിക്കൂറുകളുണ്ട്. 7 മണിക്കാണ് മത്സരം തുടങ്ങുക. പക്ഷേ അതിന് മുന്നോടിയായി തന്നെ നമുക്കിതാണ് കാഴ്ച. സ്റ്റേഡിയത്തിലേക്ക് ആരാധകരുടെ വലിയ ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴേ തന്നെ സ്റ്റേഡിയം നിറയ്ക്കാനായി ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. 3 മണി മുതലാണ് സ്റ്റേഡിയത്തിലേക്ക് കാണികളെ പ്രവേശിപ്പിച്ച് തുടങ്ങുക. പക്ഷേ അതിനു മുമ്പേ തന്നെ ഒരുപക്ഷെ ഇന്ന് രാവിലെ മുതൽ ഇന്നലെ വന്നപ്പോൾ മുതൽ തന്നെ ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയം, 1,32,000 കാണികളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ സ്റ്റേഡിയം മൊത്തം ഇന്നൊരു നീലക്കടലായി മാറും എന്ന് തന്നെയാണ്. ഇന്ത്യക്ക് വലിയ പിന്തുണ നൽകി ഇന്ത്യയെ 3ാം കിരീടത്തിലേക്ക് നയിക്കാൻ, അതിനുള്ള ആവേശം കൊടുക്കാൻ നമ്മുടെ ആരാധകർക്കാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ത്യക്ക് വലിയ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. കഴിഞ്ഞ തവണ 2023 ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലിൽ ഇത്രയും വലിയ കാണികൾക്ക് മുന്നിൽ നമ്മളന്ന് തോറ്റുപോയിരുന്നു, അന്ന് കീഴടങ്ങിയിരുന്നു. പക്ഷേ ഇനിയൊരിക്കൽ കൂടി അങ്ങനെ ഒരു കാഴ്ച കാണാൻ നമ്മുടെ ആരാധകർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഒരു എക്സ്ട്രാ എനർജി ടീമിന്, ഓരോ താരങ്ങൾക്കും നൽകാൻ നമ്മുടെ കാണികൾ ഇത്തവണ സജ്ജമാണ്. എല്ലാവരും പറയുന്നത് അതുതന്നെയാണ്. നമ്മൾ സമീപകാലത്ത് കീഴടങ്ങിയത്, ICC ടൂർണമെന്റിൽ കീഴടങ്ങിയത് ഇതേ സ്റ്റേഡിയത്തിലാണ്. 2 തവണയാണ് തോറ്റുള്ളത്. അത് രണ്ടും ഇവിടെയാണ്. എന്നിരുന്നാൽ പോലും ഇത്തവണ അതുണ്ടാവില്ല. ഇന്ത്യൻ ടീമിന് ഭാഗ്യം വരും എന്ന് തന്നെയാണ് കരുതുന്നത്. ആ എക്സ് ഫാക്ടർ അല്ലെങ്കിൽ ആ ഭാഗ്യം എന്നൊക്കെ വിളിക്കാമെങ്കിൽ അത് നമ്മുടെ സഞ്ജു സാംസൺ ആകട്ടെ എന്ന് തന്നെയാണ്. ഈഡൻ ഗാർഡൻസിലും വാങ്കഡയിലും നമ്മൾ സഞ്ജുവിൻ്റെ മിന്നും പ്രകടനം കണ്ടതാണ്. സഞ്ജു ഫൈനലിലും മിന്നിത്തിളങ്ങട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ പ്രാക്ടീസ് സെഷനൊക്കെ തന്നെ ചെന്നപ്പോൾ സഞ്ജുവിനെ കണ്ടിരുന്നു. സഞ്ജു കൂളാണ്. എന്തായാലും സഞ്ജു ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നന്നായി ബാറ്റ് ചെയ്യാൻ സാധിച്ചത് താരത്തിൻ്റെ പ്രഷർ വലിയ രീതിയിൽ കുറച്ചിട്ടുണ്ട്. താൻ കൂളാണ് എന്ന തരത്തിൽ തന്നെയാണ് സഞ്ജു സംസാരിച്ചത്. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി സഞ്ജു ഇറങ്ങുന്നു. ഇതാണ് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിന് ഇപ്പോൾ തന്നെ ഗോപീഷ്ണൻ ചോദിച്ച പോലെ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിന് മുന്നിലേക്കുള്ള പ്രധാനപ്പെട്ട കവാടമൊക്കെ തന്നെ ഇതിനോടകം തന്നെ അടച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയാണുള്ളത്. ആരാധകരുടെ കാര്യത്തിലും വലിയ കൗതുകങ്ങളുണ്ട്. ഇതുപോലെയുള്ള കലാ കാഴ്ചകൾ കണ്ട് നമ്മൾ കുറച്ചു മുമ്പ് ഈ സന്യാസിയെ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ ചില പ്രതികരണങ്ങളിലേക്ക് വന്ന് आज इंडिया जीत सकते हैं। हाँ, इंडिया जीतेगी। आज इंडिया जीतने वाला है, क्योंकि हमारा जो आशिक है कपिल देव जी आए ले। अगले टाइम पे वर्ल्ड कप में कपिल देव जी को आमंत्रण नहीं दिया था RCC वालों ने, तो जब इंडिया हार गई थी। अभी कपिल देव जी आए ले, यानी कपिल देव जी आए तो इंडिया जीतने वाला है, क्योंकि मैं उसका आशिक हूँ और मैं मैच का बहुत इंटरेस्ट हूँ बचपन से। 1983 में 1983 में कपिल देव जी जब भी वर्ल्ड कप लाए थे, जब भी मैंने मैच देखा था, जब भी कपिल देव का मैं चाहक बन गया। चाहक 1994 में यही आप कोई शब्द लेते हैं, यही नरेंद्र मोदी स्टेडियम में 1994 में कपिल देव जी को बाउंड्री कोर्ट कूदकर अभिनंदन किया था। और कपिल देव जी का आशिक हूँ, चाहक। और कपिल देव जी आज के रोज आए ले है स्टेडियम में, आए ले, यानी मैच जीतेगा। मैंने बहुत मंत्र जपे, 108 अक्की नाइट मंत्र जपे, और भी अभी मैच चालू होगा। जब तक पानी नहीं पीऊंगा, जब तक जीतेगी नहीं, तब तक। बोलो। अब आपने पहले बोला था ओम नमो पार्वती पते हर महादेव। ഗോപീഷ്ണ, ഇതാണ് കാഴ്ച. അതായത് വലിയ പ്രാർത്ഥനകളോടെയാണ് അദ്ദേഹം എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ തന്നെ ചൊല്ലിയിട്ടുണ്ട്. അല്ലെങ്കിൽ വലിയ രീതിയിൽ നേരത്തെ സംസാരിച്ചപ്പോൾ വളരെ കൗതുകകരമായ കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഒന്നും കൂടി അദ്ദേഹത്തിലേക്ക് പോയത്. അദ്ദേഹം പറയുന്നത് ഇന്നത്തെ മത്സരത്തിൽ ജയിച്ചിട്ടില്ലെങ്കിൽ താൻ നാട് വിടുമെന്നാണ്. അതായത് അത്ര കണ്ട അഭിമാന പ്രശ്നമാണ് പലർക്കും ഈ മത്സരം എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് 2023 ലോകകപ്പിലെ ഏകദിന ലോകകപ്പ് ഫൈനലിലെ ആ തോൽവി, അത് നമുക്ക് ഒട്ടും താങ്ങാനാവില്ല. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒക്കെ തന്നെ തല കുനിച്ചു മടങ്ങിയത് ഇന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ നെഞ്ചിലെ വലിയ നോവാണ്. അങ്ങനെ ഒരു കാഴ്ച ഇന്ന് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നേയില്ല. ഇതുപോലുള്ള നിരവധി ആരാധകരുണ്ട്. പ്രാർത്ഥനയും ഇല്ലെങ്കിൽ പല പ്രതീക്ഷകളുമായി ഇവിടെ എത്തുന്നവരുണ്ട്. അദ്ദേഹം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ഈ കളി തോറ്റാൽ നാട് വിട്ടുപോകും. അത്ര കണ്ട് വികാരമാണ്. ഇന്ത്യയിൽ ക്രിക്കറ്റ് ഒരു മതമാണെന്ന കാര്യത്തിൽ തർക്കമില്ല.
തർക്കമില്ല. സച്ചിൻ ദൈവമാണെന്ന കാര്യത്തിലും തർക്കമില്ല. അതുപോലെ ഈ ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയത്തിലേക്ക് ഇന്ത്യൻ ടീമിന് എക്സ്ട്രാ എനർജി കൊടുക്കാൻ ഈ സ്റ്റേഡിയത്തിൽ നിരവധി ആളുകൾ എത്തും. 1,00,000-ലധികം കാണികൾ പ്രതീക്ഷിക്കുന്നു. ഇതിനോടൊക്കെ തന്നെ ടിക്കറ്റുകളൊക്കെ തന്നെ വിറ്റുപോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്റ്റേഡിയത്തെ നീലക്കടലാക്കി അവർ മാറ്റുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി, അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത് അഹമ്മദാബാദിൽ നിന്ന്. ഇന്നത്തെ മത്സരത്തിന്റെ മുഴുവൻ ആവേശവും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ ടീം സജ്ജമാണ്. അഹമ്മദാബാദിൽ നിന്ന് തത്സമയ സംപ്രേഷണം പ്രേക്ഷകർക്ക് കാണാം. ഇന്ത്യ വിജയക്കൊടി പാറിക്കട്ടെ, സഞ്ജു സാംസൺ മിന്നും പ്രകടനം പുറത്തിറക്കട്ടെ, ആരാധകരുടെ ആവേശം വാനോളം ഉയരട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.